Hi friends, welcome back to my channel. ഞാനിപ്പോൾ യു കെയിൽ കുറച്ച് ജോബ് ടയർ 2 ജോബ് വിത്ത് സ്പോൺസർഷിപ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെ ജോലി കിട്ടാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ, ഇവിടുത്തെ പ്രശ്നങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു സൈറ്റിൽ കണ്ടു ഇങ്ങനെ കുറച്ച് ജോബ് വേക്കൻസീസ് വിത്ത് സ്പോൺസർഷിപ്പ്, ജോബ് ആൻഡ് റിക്രൂട്ട്മെൻറ്റ് എന്നാണ് ആ ഒരു സൈറ്റിൻ്റെ പേര്. ഞാനതൊന്ന് ഡെമോ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ജോലി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫിൽറ്റർ ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓണാക്കണമെങ്കിൽ മാത്രമേ ഞാനെന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. അപ്പം അതെങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് CV-യുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും CV ഉണ്ടാക്കാനുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരു UK ഫോർമാറ്റ് CV കിട്ടും. അതല്ല നിങ്ങൾ ഗൂഗിളിൽ പോയി നിങ്ങളുടെ ജോബ് ഏതാണോ അതിൻ്റെ CV UK ഫോർമാറ്റ് CV എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ വരും. അതിൽ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് സൈറ്റുകളും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് UK ഫോർമാറ്റ് CV, പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇവിടെ വിസ സ്പോൺസർഷിപ്പിൽ കയറി വരാൻ പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വെബ് ഡെവലപ്പർ, ഗ്രാഫിക് ഡിസൈനർ, അങ്ങനെ കുറേ വേക്കൻസീസ് കിടപ്പുണ്ട്. പിന്നെ NHS Band 3 സപ്പോർട്ട് വർക്കറിൻ്റെ പോലും വിസ കൊടുക്കുന്ന ഉള്ള രീതിയിൽ കിടപ്പുണ്ട്. അത് നമ്മുടെ ഏതൊക്കെ ജോലിയാണ്, ഏതൊക്കെ സൈറ്റിലാണ്, കേസിലാണ് അവൈലബിൾ എന്നെല്ലാം നമുക്കതിൽ നോക്കാം. ജസ്റ്റ് നമുക്ക് ആ ഡെമോ ഒന്ന് കാണാം. നമ്മൾ ജോബ് ആൻഡ് റിക്രൂട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ കയറുമ്പം ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആവുന്നത്. നമുക്കിതിൽ റീജിയൻസ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കീവേഡ്സ് ലൈക്ക് ടീച്ചർ, എഞ്ചിനീയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. നമുക്ക് ടാഗ് ചെയ്ത്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഏത് ടാഗ്സ് വേണമെങ്കിലും ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അഡ്വാൻസ്ഡ് സെർച്ചിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം സാലറി, മിനിമം സാലറി അതൊക്കെ കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഫുൾ ടൈം ആണ് നോക്കുന്നതെങ്കിൽ ഫുൾ ടൈം കൊടുക്കാം, പാർട്ട് ടൈം ആണെങ്കിൽ അങ്ങനെ ഫിൽറ്റർ ചെയ്യാം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അത് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ടയർ 2 വിസ സ്പോൺസർഷിപ്പ് ജോബാണ് നോക്കുന്നതെങ്കിൽ അത് നമുക്ക് അഡ്വാൻസ്ഡ് സെർച്ചിൽ തന്നെ കൊടുക്കാൻ പറ്റും. ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ പോയി ഒരു വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടയർ 2 വിസ കിട്ടുന്ന ജോബ്സ് നോക്കാം. ചിലപ്പോൾ നമ്മൾ ഈ ഫിൽറ്ററെല്ലാം മാറ്റിയില്ലെങ്കിൽ ചിലപ്പം ടയർ 2 കൊടുക്കാത്ത ജോബ്സും വരാറുണ്ട്. അപ്പം അത് നോക്കുക. പിന്നെ നമുക്ക് സാലറി കൊടുക്കുമ്പം ആനുവൽ സാലറി, നമുക്കിപ്പോൾ സാലറി ത്രെഷോൾഡ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ, ആ ഒരു കാറ്റഗറി ഫില്ല് ചെയ്യുന്നവർക്ക് മാത്രമേ ഇപ്പോൾ ടയർ 2 വിസ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ച് സാലറി ത്രെഷോൾഡ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഫിൽറ്റർ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഇനിയും ടയർ 2 ആണ് നോക്കുന്നത്. ടയർ 2 നോക്കുമ്പം അതിൽ ഈ ലെക്ചറർ, കൺസൾട്ടൻറ്റ്, അസിസ്റ്റൻറ്റ് ഫിനാൻസ് മാനേജർ, അങ്ങനെ കുറേ എല്ലാ കാറ്റഗറിയും വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന കാറ്റഗറി ഏതാണോ അത് മാത്രം ജസ്റ്റ് സോർട്ട് ചെയ്ത് നോക്കുക. ഇതിൽ അസിസ്റ്റൻറ്റ് ഫിനാൻസ് മാനേജറിൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് ആണ്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എടുത്തതാണ്. അതിനകത്ത് എന്താണ് ഇൻ്റർവ്യൂ, പിന്നെ അതിൻ്റെ ജോബ് കാറ്റഗറി എന്താണ് നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ തന്നെ നമ്മുടെ സാലറി ത്രെഷോൾഡ് അത് ഇതിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് ടയർ 2 വിസ സ്പോൺസർഷിപ്പിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ജോബാണിത്. പക്ഷേ ഫസ്റ്റ് ടൈം ആപ്ലിക്കൻസ് ആണെങ്കിൽ സാലറിയുടെ കൺസെഷൻസ് ചിലപ്പം വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൻ്റെ മെയിൽ ID യും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ജോബ് നോക്കിയാലും അതിൽ കാണും ടയർ 2 വിസയ്ക്ക് ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്നൊക്കെ കാണും. പിന്നെ നിങ്ങൾ നോർമൽ ജോബാണ് ഇവിടെ നിന്ന് ഡിപ്പെൻഡൻ്റ് ആയിട്ടോ പോസ്റ്റ് വർക്ക് വിസയിലോ അതല്ല സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്നവർക്കോ ഇത് നല്ല ഉപകാരപ്പെടുന്ന ഒരു സൈറ്റാണ്. പിന്നെ ഇതിൽ ആരെങ്കിലും പൈസ ചോദിക്കുമോ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ അതൊന്നും ഫേക്കാണ്. അങ്ങനെ പൈസ കൊടുത്ത് ടയർ 2 വിസയൊന്നും കിട്ടാൻ ഇവിടെ പാടാണ്, കിട്ടത്തുമില്ല. അപ്പോൾ അത് ജസ്റ്റ് ഇല്ലീഗലാണ്. അപ്പോൾ അതൊക്കെ നോക്കി വേണം, നിങ്ങൾ റെസ്പോൺസിബിളായിട്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാൻ. പിന്നെ ഒരു ജോലി അപ്ലൈ ചെയ്തെന്നും പറഞ്ഞ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. നമ്മൾ കീപ്പ് അപ്ലൈയിങ്. നമുക്ക് കുറേ ഒരു 300-400 ഒക്കെ മേ ബി ആപ്ലിക്കേഷൻസ് അയക്കണം. ചിലവർക്ക് ഫസ്റ്റ് 2-3 ആപ്ലിക്കേഷനിൽ തന്നെ കിട്ടും. അത് ഡിപ്പെൻസ് ഓൺ CV, പിന്നെ അവരുടെ എക്സ്പീരിയൻസ്, പിന്നെ ജോബ് വേക്കൻസി ഒക്കെ പോലെ ഇരിക്കും. അപ്പം കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കരുത്, അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് മാത്രമേ ഉള്ളൊരു സൊല്യൂഷൻ. പിന്നെ അതാണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് വർക്കറിൻ്റെ വന്നു. അത് Band 2 ആണ്. പക്ഷേ അതിൽ Band 3 ആണ്, ഒരു അഡ്മിനിസ്ട്രേഷൻ വർക്കാണ്. പക്ഷേ അതിൽ ടയർ 2 കൊടുക്കുമെന്ന് ഉറപ്പില്ല. അത് അതിന് കാരണം എൻ്റെ സാലറി ത്രെഷോൾഡ് ഞാൻ നോക്കിയപ്പം കുറവാണ്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ നോക്കി വേണം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാനിതൊന്ന് ഡെമോ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇതിൽ ഒരുപാട് ജോബ് വേക്കൻസീസ് കിടപ്പുണ്ട്. UK മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ കിടപ്പുണ്ട്. അപ്പം അതിൻ്റെ റീജിയൻ വൈസും സെലക്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.